കത്ത് നൽകിയിരുന്നു. ഈ മണ്ണ് കൂടിക്കിടക്കുന്നത് കൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രിമാർ പറയുന്നത്. അതുപോലെ തന്നെ സ്ഥലം MLA-യും ഒക്കെ പറയുന്നത്. PWD മന്ത്രി പറഞ്ഞിരുന്നു ഇക്കാര്യം, കൃഷിമന്ത്രി പറഞ്ഞിരുന്നു, ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് കാര്യമായോ? ഇതിൻ്റെ കൃത്യമായിട്ട് ഒരു പരിശോധന അവിടെ നടന്നില്ല. അതായത് ഈ മണ്ണ് നീക്കം ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 17 ദിവസമായിട്ടും പരിശോധിച്ചിട്ടില്ല. കനത്ത മഴയായിരുന്നു വയനാട്ടിൽ. അപ്പോൾ ഇങ്ങനൊരു ദുരന്തം വരുത്തി വെച്ചു എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. സംസ്ഥാന എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റി, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റി SEAC ആണ് ഇതിന് പരിസ്ഥിതി അനുമതി പ്രാഥമികമായി കൊടുക്കുന്നത്. അവർ 60 കാര്യങ്ങൾ നിർബന്ധപൂർവം പറഞ്ഞു. അതിൽ 25 കാര്യങ്ങൾ കർശനമായി പറഞ്ഞു. അതിൽ 25 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. ആദ്യം അവർ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, രാജ്യത്തെയും സംസ്ഥാനത്തെയും പ്രശ്നം, അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കും, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കും, ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റായിട്ട് അങ്ങ് പറയും. ഇപ്പോൾ കേരളയിലായാലും ഏത് പദ്ധതി ആയാലും പ്രഖ്യാപിച്ചതിന് ശേഷം എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ പദ്ധതി നടപ്പിലാക്കും. തിരിച്ചാണ് ചെയ്യേണ്ടത്. ആദ്യം പദ്ധതി പ്രഖ്യാപിക്കുന്ന മുമ്പ് ഒരു പദ്ധതി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ തന്നെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും സുപ്രീം കോടതി അനുവാദം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ വരാം. അതായത് ശരിക്കും സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാൻ നിർദ്ദേശങ്ങൾ നൽകി. സുപ്രീം കോടതിക്ക് കൊടുത്ത ഇതിനകത്ത് ബാദുഷ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തു കൂടെയായിട്ടുള്ള ബാദുഷയാണ് ഈ പ്രകൃതി സംരക്ഷണ സമിതിക്ക് വേണ്ടി, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിക്ക് വേണ്ടി സുപ്രീം കോടതി പോയത്. ഞാൻ ബാദുഷയുമായി ഇന്നും 2 വട്ടം സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ എന്താണോ ആശങ്കകൾ, ആ ആശങ്കകൾ ഡിസ്കസ് ചെയ്തില്ല. സുവോ മോട്ടോ തന്നെ സുപ്രീം കോടതി തുടക്കത്തെ പറഞ്ഞു, നിങ്ങൾ വികസനത്തിനെതിരാണോ, രാജ്യത്ത് വരുന്നൊരു വികസനത്തിന് നിങ്ങൾ എതിരാണോ, ഹൈസ്പീഡ് വികസനം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നുമില്ല. നമ്മൾ ആദ്യം ലിസണർ ആവുക എന്നുള്ളതാണല്ലോ പ്രധാനം. പരാതി പറയാൻ വരുന്ന ആളിനോട് അല്ലെങ്കിൽ ഒരു ദുഃഖം പറയാൻ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ പ്രീ കണ്ടീഷനോട് കൂടി ഇരുന്നാൽ ആ ദുഃഖം കേൾക്കില്ല. അങ്ങനെ ഒരു പ്രീ കണ്ടീഷൻ അവർക്ക് ഫീൽ ചെയ്തു. അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പോയത്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ്, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്മിറ്റി 25 പോയിൻ്റ് വളരെ കർശനമായി പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അനുവാദം കൊടുത്തത്. അതിൽ ജനങ്ങൾക്ക് ഭൂപടം തയ്യാറാക്കി കൊടുക്കണം, ജനങ്ങളെ കൃത്യമായി അലർട്ട് ചെയ്യണം, ഓട്ടോമാറ്റിക് കാലാവസ്ഥ സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ട് മഴയുടെ ലാഞ്ചന കണ്ടാൽ പോലും അതിശക്തമായ മഴ പോലെയൊക്കെ ഉണ്ടെങ്കിൽ തുരങ്കപ്പണി നിർത്തിവെക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ. റെഡ് അലർട്ട് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ട്, റെഡ് അലർട്ട് ഉണ്ട്. അല്ലെങ്കിൽ 3 ദിവസം മഴ പെയ്യല്ലേ. റെഡ് അലർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ അവിടെ മഴ പെയ്യുകയല്ലേ. അപ്പോൾ മാത്രമല്ല 20-ാം തീയതി അവർ കമ്മിറ്റി കൂടി, കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടി, അവർ കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. കത്ത് കൊടുത്തതുകൊണ്ടോ മിനിറ്റ്സിലുണ്ടോ. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇതിൻ്റെ അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുമായി മറ്റൊരു ചർച്ചയിൽ ഞാൻ പ്രസിഡന്റ് പറയുന്നത് കത്ത് കൊടുത്തിട്ടില്ല. അതേസമയം പറഞ്ഞു, മിനിറ്റ്സ് ആയിട്ടുണ്ട്, കളക്ടറേറ്റിൽ നടന്ന മീറ്റിങ്ങിൽ മിനിറ്റ്സ് ഉണ്ട്, കത്ത് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒഴിയുന്നതിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാകും. കാരണം എല്ലാവരും ഒരേ ടോണിലാണ് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. 20-ാം തീയതി ഈ മണ്ണ് മാറ്റണം എന്ന് കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ മണ്ണ് മാറ്റിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ മണ്ണ് മാറ്റിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ ഈ ജോലി നടക്കുന്നത് പരിശോധിക്കാൻ സർക്കാർ സംവിധാനവും ഉണ്ടല്ലോ. ഇപ്പോൾ ചന്ദ്രിക, അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അവരുടെ ഒരു പ്രതികരണം കേൾക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.